Hey guys, welcome back to Detox. Guys, അപ്പോൾ ഇന്നത്തെ ചലഞ്ച് സോങ് ചലഞ്ച്. Guys, അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുവാണെങ്കിൽ ഞാൻ പറയാം. ഇന്നത്തെ ചലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സോങ് എടുക്കുന്നു. ആ സോങ് രണ്ട് ടീമായിട്ടാണ്. ആ ഒരു ടീം ആ സോങ്ങിനെ വേറെ ടോണിൽ പാടി കേൾപ്പിക്കും. അത് ഏതാണെന്നുള്ളത് കറക്റ്റ് ടോൺ മറ്റേ ടീം കണ്ടുപിടിച്ചിട്ട് നമ്മളോട് പറയണം. അതാണ് ഇന്നത്തെ ചലഞ്ച്. അപ്പം ഇവർക്കൊരു പോയിന്റ്സ് കിട്ടും. അതാണ് ഗൈസ് ഇന്നത്തെ ചലഞ്ച്. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് അത് പറഞ്ഞു ഗൈസ്. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് പോകണമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. 1 million സബ്സ്ക്രൈബേഴ്സ്. അതെ ഗൈസ്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് റോഡ് ടു 1 million ആക്കുക. ഇങ്ങനെയാണ് ഒരു ടീം, അങ്ങനെയാണ് ഒരു ടീം. ജക്ടർമൈമിയും ചാർലി ബിസിയും ഒരു ടീം, KMC കൊമ്പനും എഡും ബിസിബിയും വേറെ ഒരു ടീം. ഗൈസ് അപ്പൊ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഗൈസ് അപ്പൊ എന്തായാലും ആരാണ് ആദ്യമേ പാടുന്നത്? ഞങ്ങൾ അജയ് യേശുദാസ്. ആയിക്കോട്ടെ. അത് പക്ഷെ വേറെ ബ്രോ ദാറ്റ് ഈസ് ടഫ് ബ്രോ. അത് പെട്ടെന്ന് ക്ലിക്ക് ആവും. രാഗം താഴെ വേണോ മേലെ വേണോ സൈഡിൽ വേണോ? ടെമ്പോ സൈഡിലിട്ടിട്ട് എവിടെ പിടിക്കും? 1 2 3 സ്റ്റാർട്ട്. ചാന്ത് അത്രയും മതി. ട്യൂൺ വേറെ ശരിക്കും പാട്ടോ. ചാന്ത് പൊട്ടും ചന്തിയിലിട്ടും ചാന്തി ചന്തിയിലിട്ടും അതിന്റെ പാരടി പാട്ട് ഇയാളെ പണം വന്നതിന്റെ ടൈം ആയിരുന്നു ഞങ്ങൾക്ക് പോയിന്റ്. പിന്നെ തോപ്പ് അങ്ങനെ വേറൊരു സാധനം പിടിക്കാം. പക്ഷെ ഇതൊന്നും കിട്ടണല്ലോ പാട്. നമുക്ക് അത് നമുക്ക് മറ്റേ ലോഫി സോങ്സ് ആക്കാം. അങ്ങനെയാണല്ലേ? പാടിയോ പാടിയോ. ഇതല്ലായിരുന്നല്ലോ ട്യൂണ് പറഞ്ഞപ്പോഴത്തേക്കും. അതെ അതന്നെ. അതല്ല ഹവാനഗില ഹവാനഗില ഇത് മാത്രമല്ല, ഇത് ഒറ്റ വീട് മാത്രമേ നിങ്ങൾ പാടുന്നുള്ളൂ. ഇതെന്താ ഒറ്റ വീട്? എന്നാ ഞാനൊരു പാട്ട് ഇടാം. അതെ, നമ്മൾ ഈ കളി ഫസ്റ്റ് ടൈം കളിക്കണം. അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം വേണം. പാട്ട് പാടി നിങ്ങൾ എക്സ്പേർട്ടാ, ഞങ്ങൾ ബിഗിനേഴ്സാ. ടൈം എടുത്തോ. അപ്പൊ എന്തായാലും ഇവരെ കൊണ്ട് പാടാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അവർ ലിറിക്സ് നോക്കി പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ലിറിക്സ് പാടിയാലാണ് അതിന്റെ ലിറിക്സ് നോക്കിയിട്ട് നമ്മൾ പാട്ട് പാടാം. പാടാന്ന് പിള്ളേരല്ലേ. 1 2 3 പൂഞ്ഞാലി കിളിയേ പൊന്മാലൈ നിലവേ പൂന്മാലയഴകേ കണ്ണത്തെ പൂഞ്ഞാലി കിളിയേ പൊന്മാലയാല നിലവേ പൂമലയഴകേ കാറ്റിലാടി വരും. അതല്ലേ അതന്നെയാ. കറക്റ്റാ. ഈ പാട്ട് ഏതാണ് പറയണം. ലിറിക്സ് കറക്റ്റ് ആണ്. ഏത് അമര് മറ്റേ പാട്ട് അപ്പൊ കറക്റ്റത് തെറ്റി. ഞങ്ങള് ജയിച്ചു. പാട്ടേതാ? പുഞ്ചോല കിളിയേ പൊന്മാല നിലവേ പൂമാലയഴകേ കെട്ടിയിട്ട കവിതയേ. പഴയ പാട്ടൊക്കെ എടുത്തോണ്ടേ. അയ്യോ അങ്ങനെ ഇത് പഴയ പാട്ടൊന്നും 2012 ഒക്കെ ആയിട്ടുണ്ടോ? കീർത്തിച്ച മെഗാ ഹിറ്റ് ഫിലിം. ഇത് കണ്ടിട്ടില്ല. ഒരു ഇന്ത്യൻ ആണോ? ഇയാളെ ചെമ്മീൻ തൊട്ടുള്ള ഇതൊക്കെ എനിക്കറിഞ്ഞു. അതെ, ഈ പാട്ട് അവര് പാടി കേൾപ്പിക്കണം കേട്ടോ. പിന്നല്ലാതെ
തമിഴ് പറ്റില്ല കേട്ടോ. ഇല്ല മലയാളം ഇതിന്റെ ടോൺ അതൊക്കെ എനിക്കറിയാം. നിനക്കറിയാവുന്ന ടോണിൽ നീ പഠിക്കും, അപ്പൊ കുഴപ്പമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയണ പാട്ട് അവനറിയില്ല, എനിക്ക് ടോൺ അറിയാലോ. രണ്ടുപേർക്കും അറിയണമെന്നില്ല. ഞാൻ രണ്ടുപേര് വേറെ വേറെ പാടി ഞങ്ങളിങ്ങനെ പാടത്തുള്ളൂ പോരെ. ഒരാള് പാടിയാ മതി. അതാണ് ചോട്ടിൽ മണമുള്ള മധുരമായി അത് കാണിച്ചെടുക്കില്ലേ. മന്താവിൽ കുളിർ നിന്നൊരു ബാലയം ആരോ നീട്ടിയ മഷിത്തണ്ടിലാ സാരോടത് കുളിരുള്ളൊരു കിട്ടിയ എനിക്ക് ആരോ മഷിത്തണ്ടിലെ കുളിർമി ആ സാധനം ചെളിമാൻ ആരോ മീട്ടിയ മഷിത്തണ്ടിൽ കുളിർമ അങ്ങനെ സംഭവില്ലടാ. അയ്യോ ആരോ ഞാൻ 80s എത്തിയില്ല. ഇത് 80s അല്ല 70s. ചോട്ടിൽ മാവിൻ പഠിക്കോ മാവിൻ ചോട്ടിൽ മഷി തണ്ടിലെഴുതിയ അല്ല അല്ല ഏത് അതല്ല ലിറിക്സ് നീ അത് പാടിക്കേപ്പി അല്ല മറ്റേത് പാട് മണോ പിന്നെ അടുത്ത പാട്ട് പോലെ അതിന് ഇങ്ങനെ മണത്തറയിൽ മാവിൻ ചോട്ടിൽ മഷി തണ്ടിലെഴുതിയ പൂരവിനുതരകാനെന്റെ ഭായം. ആ പാട്ടാണ് അത് തന്നെയാണ് ഞാൻ ചോദിച്ചു നോക്കാം അവരോട് അപ്പോ 2 പോയിന്റ് അവർക്ക് ആയിട്ടുണ്ട്. നമുക്ക് 0. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ആ ഡിക്ഷണറി എടുത്ത് അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താണ് ഈ അതെ ഈ യുഗത്തിൽ ഇറങ്ങിയ പാട്ട് പാടും. ഈ യുഗത്തിൽ ഇറങ്ങിയ പാട്ട് പാടാം പ്ലീസ്. ആ ചെമ്മീൻ കഴിഞ്ഞിറങ്ങിയ പടത്തിന്റെ അടുത്ത് താക്കോൽ 1 2 3 ആരോരും കണ്ടിടാദൂരം ഇന്നു നീ എൻ കൂട്ട് പോരുമോ. ആരോമൽ നീയൊക്കെ വെള്ളം ഇറങ്ങാൻ ചവിട്ടാ. ഏതോ ആരോമൽ പൂവ് പോലെന്നിൽ പൂത്ത പെണ്ണെ പേര് ചൊല്ലുമോ. 3 2 1 വാ തോഴ തോളോട് തോൾ ചേർന്നു പോരാടിടാം തീയായിടാം ആർത്തിക്കൽ തകർത്തിടാൻ വാ വീണാലെനിക്ക് നക്ഷത്രമായി വീണിടാം ആടങ്ങയാൽ കാത്തു തീയായി തടങ്ങി. കറക്റ്റ് രാമായണം വായിക്കുന്ന അമ്മാമ്മമാരെ പോലെ അല്ലേ. ഇത് നമ്മൾ നേടും ഉറപ്പാ. രണ്ടും പണ്ടന്മാരെ വീട്ടടക്കാണ് 3 പോയിന്റ് ഇല്ലേ. തോളോട് തോൾ ചേർന്ന് പോരായിടാം തീയായിടാം അതിർത്തികൾ തകർത്തിടാം. ഇത് പറഞ്ഞില്ലേ, പക്ഷെ എനിക്ക് ആ കിട്ടുന്നില്ല. പറഞ്ഞില്ല റിവൽ സോങ് അത്. നമ്മളിനി സിമ്പിൾ പിടിക്കാനാടാ.
ആ നേരം സിമ്പിളും പോരട്ടെ കേക്കട്ടെ. 1 2 2 2 2 നിങ്ങൾ നിന്ന സമരഗാന ഭൂമിയിൽ നിനഞ്ഞ കവചങ്ങളുമായി നിങ്ങൾ നിന്ന സമരങ്ങന ഭൂമിയില് നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്ന് ഞങ്ങൾ മാല നിന്റെ മണ്ണിൽ നിന്നിതാ പുതിയ ജൻകൊടി എന്തി വന്നു ഞങ്ങൾ മല്ല. ഇവര് ഗേ ആണ്. നീ പട ഉള്ളിൽ സ്നേഹമുള്ള ഇതുപോലുള്ള സമൂഹങ്ങളാണ് ചാർലി. നീയൊക്കെ ഏതാണ്? നീയൊക്കെ ജെൻസെഡ് എന്ന് പറയുന്നത് എനിക്ക് നാണല്ലേ? നാണുണ്ടോ? 80s വസന്തം കൊണ്ട് ബ്രോ ഏതാ ഒന്നുമില്ല. തോറ്റെ നിങ്ങൾ നിന്ന സമരാങ്ങന ഭൂമിയിൽ നിന്നലിഞ്ഞ കവചങ്ങളുമായി നിങ്ങൾ നിന്ന സമരാങ്ങന ഭൂമിയിൽ നിന്നലിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ജോടിയേറി ബലികുടീരങ്ങളെ കേരള മണ്ണിനായി ഉയരെ ചിന്തിയ 1000 സഖങ്ങളെ ധീരസഖാക്കളെ. തുടക്കം ഇങ്ങനെയാണോ? തുടക്കം എങ്ങനെയാ? നീ കണ്ടിട്ടും കാണാത്ത പോൽ നടിക്കും, എൻ്റെ പാട്ട് കേട്ടിട്ട് കേൾക്കാത്ത പോൽ ഭവിക്കും, എത്ര കാലം കണ്ണും കാതും പൊത്തിയിരിക്കും, അത്ര കാലം നാരികൾ ഇവിടെ ഭരിക്കും. ആര്യല്ല പ്യാരി. സ്റ്റോപ്പ്. എനിക്കത് കണ്ടിട്ട് ഒരു പാട്ടൊന്നുമല്ല. കണ്ടിട്ടും കാണാത്ത പോൽ നടിക്കും. ഇതിന്റെ ഒറിജിനൽ വേർഷൻ പാടും. ഞാൻ പാടും. നടിക്കും. എക്കോ ഒന്നും കേട്ടാ. ഇപ്പൊ മറ്റേ ഈ സെന്റ് അടിച്ച് കിടക്കണ ഈ പാട്ടാണെന്ന് തോന്നുന്നത്. നീ കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കും, എന്റെ പാട്ട് കേട്ടിട്ട് കേൾക്കാത്ത പോലെ ഭവിക്കും, ഇത്ര കാലം കണ്ണും കാതും പൊത്തിയിരിക്കും, അത്ര കാലം കുരു നരികൾ ഇവിടെ ഭരിക്കും, ഞാൻ കടോ കടൻ. ഓക്കെ, സിമ്പിൾ സാധനം കേട്ടോ. കേൾക്കുമ്പോഴേക്കും അപ്പൊ തന്നെ നീ പറയും. പെട്ടെന്ന് കിട്ടുന്ന സാധനം. 3 2 വര മഞ്ഞളാടിയ നോ പ്രോബ്ലം. നെക്സ്റ്റ് നോ പ്രോബ്ലം. നിങ്ങൾ നമ്മളോട് എത്താൻ വേണ്ടിട്ട് സെറ്റ് ചെയ്തതാ. ഒരു കോമ്പറ്റീഷൻ ഇല്ല. നീ പല്ലമ്പലത്തോളെ വീട്, എല്ലിന്റെ നിറമുള്ള ഓള്, കൽമശി പയ്യമ്പലത്തിന്റെ വീട്, വീട് എല്ലും മെടക്കന്റെ ഓള്, കൺമശിയോൾക്ക് വേണ്ട. നഞ്ചുവന്റെ പോക്കറ്റിൽ പഞ്ചന്റെ മുതുകിൽ. എനിക്കറിയായിരുന്നു കിട്ടുന്നു. സുഖിക്കമ്മാവ മുഷി കരി വാരി വാരി ഇനിമേൽ ഒട്ടമു ഒട്ട. നിനക്കിത് മലയാളം വായിക്കാണ്ട, നീ അയക്കാറിയാണ്ട നീ വായിക്കുന്നതാണോ? സുഖിക്കമ്മാവ മൂഷി കരി വാരി വാരി ഇനിമേൽ ഒറ്റ മുരി മുരി ഒറ്റ ഭജിക്കമ്മാവ ഒത്തു ചൊല്ലാം ദൈവമൊഴി. ഈ കഴിവ് കെട്ടവനാന്ന് ചിരിച്ച പേരുലകമേ നീ കേൾക്കെ. ഈ കഴിവ് കെട്ടവനാ വിളിച്ച് പേര് കേട്ട്. ഞാനും കേട്ടിട്ടില്ല. ഞാറെ കേട്ടിട്ടില്ല. പാടണ്ടപ്പ നിങ്ങള് പാടണ്ടേ? വിളിച്ച ചിരിച്ച പേരേറെ ഉലകമേ ഫെജോന്റെ പാട്ടാ കേൾക്ക. ഈ ലൈഫ് എന്തിനാണ് ചൊല്ലിയ എല്ലാം എന്റെ കഥ വെള്ളി പുള്ളി ഇയാളുടെ സ്റ്റൈലിലാ പാടിയ. അതെനിക്ക്
ഇതാണോ ഇയാൾ പാടിയ? അതല്ല, എനിക്ക് എന്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. Guys, അപ്പൊ എന്തായാലും ലാസ്റ്റ് റൗണ്ട് ആണ്. ലാസ്റ്റ് റൗണ്ട്. ഇഷ്ടം കൂടാനെത്തിയവർ നിന്നെ ഇപ്പോ വിട്ടുപിരിഞ്ഞു എന്നോ, അവസാനം നിന്നെ അവർ കരിവേപ്പിലയാക്കിയോ. യോ ദിസ് ഈസ് മല്ലു റാപ്പർ വെജോ. എവിടെ നല്ല കാലത്ത് എന്റെ കൂടെ നിന്ന പെണ്ണു നീ പറഞ്ഞില്ലേ ഒരിക്കലും പിരിയില്ലെന്ന്. ഇഷ്ടം കൂടാനെത്തിയവർ നിന്നെ ഇപ്പോ എനിക്ക് അതിന്റെ ഒറിജിനൽ വേണ്ട, എനിക്ക് ഇത് ഇഷ്ടായി. അവസാനം നിന്നെ അവർ കരിവേപ്പിലയാക്കിയോ. ഇല്ല കറിവേപ്പില മനസ്സിലായി, ലിറിക്സ് അറിയില്ല. കറിവേപ്പില പറയണ്ട. ഇഷ്ടം കൂടിയവർ എന്നെ വിട്ടു പിരിഞ്ഞെന്നോ, ഇപ്പൊ കറിവേപ്പിലയാക്കിയോ. അവസാനം നിന്നെ അവർ കരിവേപ്പിലയാക്കിയോ. ഡ്രോ ഗൈസ്. അപ്പൊ പോയിന്റ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ അവർക്ക് 6. അപ്പൊ എന്തായാലും നമുക്ക് ഒരു റൗണ്ടും കൂടി പോണില്ല ഗൈസ്. പറയാൻ പറ്റുന്നത് വേണ്ട, വെറുപ്പിച്ചു മടുപ്പിച്ചു അറിയാം. അപ്പൊ എന്തായാലും നമ്മൾ ഇതിന്റെ പാർട്ട് 3 ഉടനെ കാണുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കാണുന്നതിന്